നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ പിണങ്ങുമ്പോഴൊക്കെ കോംപ്രമൈസ് ആകാൻ പോകുന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് നമുക്ക് പോവാം. പ്ലീസ് എന്റെ കൂടെ വാ. എനിക്കിനി അങ്ങനൊരു സ്ഥലമില്ല. കോംപ്രമൈസ് എന്ന വാക്കുമില്ല. പലതും ഉറക്കെ വിളിച്ച് പറയണമെന്ന് എനിക്കുണ്ട്. ഞാനതൊക്കെ എന്റെ നെഞ്ചിനുള്ളിൽ അടക്കി അമർത്തി വെക്കുക. ഇനി നമ്മളല്ല നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നേ. അതിന്റെ കാലം കഴിഞ്ഞു. ഇനി സംസാരിക്കേണ്ടത് നമുക്ക് അന്യരായിട്ടുള്ളവരായിരിക്കും. സഞ്ജുവിന് സഞ്ജുവിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ദേ, ഇനി എന്റെ വഴിക്ക് വരരുത്. സഞ്ജു തടഞ്ഞ വഴിമുട്ടി നിൽക്കുന്ന ഒരു പെണ്ണല്ല സ്വാതി. മനസ്സ് മുറിവേറ്റവളാ ഞാൻ. സ്വാതി, ഹലോ. ഹലോ, ദക്ഷമ്മയല്ലേ? അതെ. ലച്ചു അല്ലേ? അതെ. എന്താ ലച്ചു? ദക്ഷമ്മേ, ജാക്കിയുടെ കാര്യം പറഞ്ഞില്ലേ? അതെ, അവനാ ഇപ്പൊ കവിതയുടെ സഹായി. അല്ല, എന്താ നീ ഇപ്പൊ അത് ചോദിക്കാം? മംഗലശ്ശേരി വീടിന്റെ പരിസരത്തെങ്ങാനും നീ അവനെ കണ്ടോ? കണ്ടില്ല, പക്ഷേ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? കവിത ചേച്ചി ആർക്കോ ഭക്ഷണം കൊടുത്തൊരു പ്ലേറ്റുമായിട്ട് പുറത്തുനിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. ഇവളെ തീർത്ത് കളയാൻ പറ്റിയ സമയം. പക്ഷെ കവിതമ്മടുത്തോട് ചോദിക്കാതെ പറ്റില്ല. എന്നിട്ട് നീ ഒന്നും ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ വ്യക്തമായ മറുപടിയൊന്നും കവിത ചേച്ചി പറഞ്ഞില്ല. എനിക്കെന്തോ സംശയം തോന്നി. സംശയിക്കാനൊന്നുമില്ല. അവൻ ഇന്നലെ രാത്രി ആ വീടിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൻ വന്നിട്ടുള്ളത് നിന്നെ ലക്ഷ്യം വെച്ച് തന്നെയാ. ദേ ലച്ചു, നീ സൂക്ഷിക്കണം. നിന്നെ ഞാൻ പേടിപ്പിക്കാൻ പറയുന്നല്ല. എനിക്കത് മനസ്സിലായി. ഔട്ട് ഹൗസിലോ മറ്റോ ഒളിച്ചിരിപ്പുണ്ടോന്നാ എന്റെ സംശയം. ഏയ്, അതിനുള്ള ധൈര്യം കവിത കാണിക്കില്ല. അല്ല, കുറച്ചു നാളായിട്ട് അങ്ങോട്ടൊന്നും ആരും പോവാറില്ല. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഔട്ട് ഹൗസിനടുത്ത് നിൽക്കാം. നീ വേഗം അവിടുന്ന് തിരിച്ചു പോ. പറയുന്ന അനുസരിക്കേ. ശരി ദക്ഷമ്മേ, ഞാൻ പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.